ഗുഡ് മോർണിംഗ്. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ഡേവിസൺ ആൻഡ് ജെർമർ എക്സ്പെരിമെന്റും അതുപോലെ ഇലക്ട്രോൺ മൈക്രോസ്കോപ്പാണ് ഡിസ്കസ് ചെയ്തത്. അപ്പോൾ നമ്മൾ ഡിസ്കസ് ചെയ്ത എന്താണ്, പാർട്ടിക്കിളിനെ ഒരു വേവ് അപ്രോച്ച് കൊടുക്കണം, അല്ലെ? വേവ് പ്രോപ്പർട്ടീസ് ഓഫ് പാർട്ടിക്കിൾസ് ആണ്. പാർട്ടിക്കിൾസിനെ നമ്മളൊരു വേവ് ആയിട്ട് ട്രീറ്റ് ചെയ്യണം. ഓക്കെ, അപ്പൊ അങ്ങനെ നമ്മളൊരു പാർട്ടിക്കിളിനെ വേവ് ആയിട്ട് ട്രീറ്റ് ചെയ്യുമ്പോൾ അതിന് കുറച്ച് ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ട്. അതെന്തൊക്കെയാണെന്നുള്ളത് നമുക്ക് ജസ്റ്റ് ഒന്ന് നോക്കാം. ഓക്കെ, അപ്പൊ നമ്മളൊരു പാർട്ടിക്കിളിനെ വേവ് ആയിട്ട് പരിഗണിക്കാൻ വെച്ചാൽ നമ്മൾ എങ്ങനെയാണ് റെപ്രസെന്റ് ചെയ്യുക? ഒരു വേവ് ഗ്രൂപ്പ് ആയിട്ടാണ് പാർട്ടിക്കിളിനെ പറയാം, അല്ലേ? ഇങ്ങനെയാണ് ഒരു പാർട്ടിക്കിളിനെ പറയാം. ഓക്കെ, ഇതിനെ നമ്മൾ ഒരു വേവ് ഗ്രൂപ്പ് എന്ന് പറയാം. എന്താ പറയാം? വേവ് ഗ്രൂപ്പ് അല്ലെങ്കിൽ വേവ് പാക്കറ്റ് എന്ന് പറയും. ഇതിനകത്ത് കുറെ ഇൻഡിവിജ്വൽ വേവ്സ് ഉണ്ട്, അത് കമ്പൈൻ ചെയ്തിട്ടാണ് ഈ വേവ് പാക്കറ്റ് ഉണ്ടാകുന്നത് നമ്മൾ പറഞ്ഞു. ഓക്കെ, അപ്പൊ ദിസ് റെപ്രസെന്റ് എ പാർട്ടിക്കിൾ, അല്ലേ? ഇതിനകത്ത് ഈ പോയിന്റ് മുതൽ ഈ പോയിന്റ് വരെ എവിടെയും പാർട്ടിക്കിൾ ഉണ്ടായേക്കാം, അല്ലേ? അതായത് ഈ പോയിന്റ് മുതൽ ഈ പോയിന്റ് വരെ എവിടെ ഉണ്ടാവാൻ പാർട്ടിക്കിൾ, ബട്ട് ദ പ്രോബബിലിറ്റി ഈസ് ഹൈ അറ്റ് ദി സെന്റർ. കാരണം ഇവിടെ ആംപ്ലിറ്റ്യൂഡ് കൂടുതലാണ്, അവിടെ പ്രോബബിലിറ്റി ഡെൻസിറ്റി കൂടുതലാകും. ഇറ്റ് ക്യാൻ ബി എനിവർ ബിറ്റ്വീൻ ദ പോയിന്റ്സ് ദിസ് ആൻഡ് ദിസ്, ബട്ട് ദർ ഈസ് എ പ്രോബബിലിറ്റി വിച്ച് ഈസ് നോട്ട് സീറോ ബിറ്റ്വീൻ ദിസ് പോയിന്റ് അറ്റ് എനിവർ, അല്ലേ? ഇവിടെ ആവാം, ഇവിടെ ആവാം, ഇവിടെ ആവാം, എവിടെ ആവാം പാർട്ടിക്കിൾ, അല്ലേ? അപ്പൊ ഇതാണ് ഒരു പാർട്ടിക്കിളിനെ റെപ്രസെന്റ് ചെയ്യുന്ന വേവ് ഗ്രൂപ്പ് എന്ന് പറഞ്ഞാൽ. ഇനി ഇങ്ങനെ ഒരു അപ്രോച്ച് നമ്മൾ കൊടുത്താൽ എന്താണ് അതിലെ ബുദ്ധിമുട്ട് എന്നാണ് ഞാൻ പറയാൻ പോകുന്നത്. ഇപ്പോ ഇതിനകത്തുനിന്ന് ഈ വേവ് ഗ്രൂപ്പിനകത്തുനിന്ന് ഒരു പാർട്ടിക്കിളിന്റെ പൊസിഷൻ എവിടെയെന്ന് ചോദിച്ചാൽ എനിക്ക് കൃത്യമായിട്ട് പറയാൻ പറ്റില്ല, അല്ലേ? അത് ഇവിടെ ആവാം, ഇവിടെ ആവാം, ഇവിടെയൊക്കെ ആവാം. പക്ഷെ സാധ്യത കൂടുതൽ ഇവിടെയെന്ന് പറയാം, പക്ഷെ സാധ്യത പോരാ, എനിക്ക് പ്രിസൈസ് ആയിട്ട് പറയണമെന്ന് എഴുതുക അങ്ങനെ പറ്റൂല. അപ്പൊ കൃത്യമായിട്ട് പറയണമെങ്കിൽ എനിക്ക് എന്ത് ചെയ്യണം? ഇതിന്റെ വിഡ്ത്ത് നാരോ ചെയ്യണം. യു ഹാവ് ടു നാരോ ദ വിഡ്ത്ത് ഓഫ് ദി വേവ് ഗ്രൂപ്പ്, അല്ലേ? അപ്പൊ ഇതിനകത്തുനിന്ന് ഒരു നാരോ പോർഷൻ ഞാൻ എടുക്കുകയാണ്, ഇതാ ഇതുപോലെ. ഓക്കെ, വളരെ വിഡ്ത്ത് കുറഞ്ഞൊരു പോർഷൻ ഞാൻ എടുത്തു. ഓക്കെ, ഇത്രയും വിഡ്ത്തുള്ള ഒരു പോർഷൻ ഞാൻ എടുത്തു. അതൊന്ന് മാഗ്നിഫൈ ചെയ്താണ് എന്താ ഇത്രയും, അല്ലേ? ഇതിനകത്തുള്ള പോർഷൻ ഇത്രയാണ്. ഓക്കെ, ഇപ്പൊ ഞാൻ എന്താ ചെയ്തേ? വേവ് ഗ്രൂപ്പിന്റെ വിഡ്ത്ത് നാരോ ചെയ്തു. ഈ വിഡ്ത്ത് ഡെൽറ്റ എക്സ് ആണ് എടുക്കുക. ഇങ്ങനെ നാരോ ചെയ്തുകൊണ്ട് എനിക്ക് പ്രിസൈസ് ആയിട്ട് പറയാൻ പറ്റും ദ പാർട്ടിക്കിൾ ഈസ് ഹിയർ എന്ന് പറയാൻ പറ്റും. വിച്ച് മീൻസ് ദ പൊസിഷൻ ഓഫ് ദ പാർട്ടിക്കിൾ ഈസ് വെരി ക്ലിയർ, അല്ലേ? അപ്പൊ എന്താണ്? ഡെൽറ്റ എക്സ് ഈസ് ക്ലിയർ, അല്ലേ? അല്ലെങ്കിൽ എക്സ് പൊസിഷൻ ഈസ് ക്ലിയർ എന്ന് പറയാം, അല്ലേ? അപ്പോ എക്സ് ഈസ് പ്രിസൈസ് എന്ന് പറയാം. പ്രിസൈസ്ലി ഫൗണ്ട്, പൊസിഷൻ വളരെ കൃത്യമായിട്ട് കിട്ടി. ഇനി ഇതിനകത്തുനിന്ന് ഈ ഒരു ഷേപ്പിൽ നിന്നും, ഈ ഒരു വേവിന്റെ ഷേപ്പിൽ നിന്നും എനിക്ക് അതിന്റെ ഒരു വേവ് ലെങ്ത് കൃത്യമായിട്ട് കിട്ടൂല. ലാംഡ ഈസ് അൺനോൺ, അല്ലേ? ഇത്ര പോകുന്ന ഒരു ഷേപ്പ് വെച്ചിട്ട് എനിക്ക് വേവ് ലെങ്ത് പറയാൻ പറ്റില്ലല്ലോ. വേവ് ലെങ്ത് കിട്ടണമെങ്കിൽ എനിക്ക് മിനിമം എത്ര വേണ്ടേ, അല്ലേ? മിനിമം മാത്രമേ വേണ്ടേ. ക്രസ്റ്റ് ടു ക്രസ്റ്റ് ഓർ ട്രഫ് ടു ട്രഫ്, അത് കാൽക്കുലേറ്റ് ചെയ്യാൻ അത് വേണ്ടേ. പക്ഷെ ഇത് ഡിഫൈൻഡ് അല്ല, അതുകൊണ്ട് ലാംഡ ഇൻഡെറ്റർമിനേറ്റ് ആണ്, അല്ലേ? കൃത്യമായിട്ട് അറിയില്ല. ലാംഡ ഈക്വൽ ടു എച്ച് ബൈ പി എന്നൊരു റിലേഷൻ ഉണ്ട്, അതുകൊണ്ട് പി ഈക്വൽ ടു എച്ച് ബൈ ലാംഡ ആണ്. ഇഫ് ലാംഡ ഈസ് അൺനോൺ ദെൻ പി മൊമെന്റം ഈസ് അൺനോൺ, അല്ലേ? അപ്പോൾ പി ഈസ് അൺനോൺ, അല്ലെങ്കിൽ പി ഈസ് മൊമെന്റം ഈസ് ലെസ് നോൺ, അല്ലേ? അപ്പോൾ ഇവിടെ ഇതിന്റെ വിഡ്ത്ത് കുറച്ച് പൊസിഷൻ കൃത്യമായി പറഞ്ഞപ്പോൾ അവിടെ വേവ് ലെങ്ത് കൃത്യമായില്ല, അത് കാരണം മൊമെന്റം കൃത്യമായില്ല. ഇഫ് ദ പൊസിഷൻ ഈസ് ക്ലിയർ മൊമെന്റം ഈസ് അൺസർട്ടൈൻ, അല്ലേ? ഈ ഒരു പ്രിൻസിപ്പിൾ നമ്മൾ അൺസർട്ടൈനിറ്റി പ്രിൻസിപ്പിൾ എന്ന് പറഞ്ഞ് പഠിച്ചിട്ടുണ്ട്, അല്ലേ? ഹൈസൻബർഗിന്റെ അൺസർട്ടൈനിറ്റി പ്രിൻസിപ്പിൾ. ഇനി ഇവിടെ പ്രശ്നം എന്തായിരുന്നു? നമ്മൾ വിഡ്ത്ത് പറഞ്ഞപ്പോൾ അവിടെ പൊസിഷൻ കൃത്യമായി, വേവ് ലെങ്ത് കൃത്യമായില്ല. അങ്ങനെയാണെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം? വിഡ്ത്ത് കൂട്ടാം. ഓക്കെ, അപ്പൊ ഞാനൊരു ബ്രോഡർ വേവ് ഗ്രൂപ്പ് എടുക്കുകയാണ്. ഓക്കെ, ഈ പോയിന്റ് മുതൽ ഈ പോയിന്റ് വരെ, അല്ലേ? ഇപ്പൊ ഞാൻ എന്ത് ചെയ്തു? ഇതിന്റെ വിഡ്ത്ത് കൂട്ടി, അല്ലേ? അതുകൊണ്ട് ഇവിടെ ലാംഡ ഈസ് പ്രിസൈസ്, അല്ലേ? ലാംഡ വളരെ കൃത്യമാണ്, അല്ലെങ്കിൽ അതുകൊണ്ട് ലാംഡ ഈക്വൽ ടു എച്ച് ബൈ പി, അല്ലേ? അതുകൊണ്ട് പി ഈസ് പ്രിസൈസ്, പി വളരെ കൃത്യമായിട്ട് കിട്ടുന്നുണ്ട്, മൊമെന്റം. പക്ഷേ ഈ ഒരു ഗ്യാപ്പിനകത്ത് ഇതിന്റെ പൊസിഷൻ കണ്ടെത്താൻ ബുദ്ധിമുട്ടാണ്. It can be here, it can be here, it can be anywhere between these 2 points. പൊസിഷൻ കൃത്യമല്ല. മൊമെന്റം കൃത്യമായപ്പോൾ പൊസിഷൻ കൃത്യമല്ല, ഇവിടെ പൊസിഷൻ കൃത്യമായപ്പോൾ മൊമെന്റം കൃത്യമല്ല. ഇതിനെ രണ്ടിനെയും കൂടെ കമ്പൈൻ ചെയ്യുമ്പോഴാണ് നമുക്ക് ദ അൺസർട്ടൈനിറ്റി പ്രിൻസിപ്പിൾ കിട്ടുന്നത്, അല്ലേ? അപ്പം അതിന്റെ സ്റ്റേറ്റ്മെന്റ് എങ്ങനെയാണ്? ഡെൽറ്റ എക്സ് ഇൻറ്റു ഡെൽറ്റ പി ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു എച്ച് ക്രോസ് ബൈ 2, അല്ലേ? ഇതാണ് അതിന്റെ മാത്തമാറ്റിക്കൽ സ്റ്റേറ്റ്മെന്റ്, അല്ലേ? ഇപ്പൊ നമ്മൾ അപ്രോച്ച് ചെയ്തൊരു വേവ് അപ്രോച്ച് ആണ്, അല്ലേ? നമ്മൾ അതിന്റെ ഒരു വേവ് നേച്ചർ ആയിട്ടാണ് എടുത്തത്.
ഇത് നമ്മൾ അൺസർട്ടനിറ്റി പ്രിൻസിപ്പിൾ 1 എന്ന് പറയും. ഓക്കെ, അപ്പോൾ ഇതിന്റെ ടൈറ്റിൽ എന്താണ്? അൺസർട്ടനിറ്റി പ്രിൻസിപ്പിൾ 1. നമ്മളൊരു വേവ് അപ്രോച്ചാണ് എടുത്തത് അല്ലേ. ഇനി ഇത് തന്നെ നമുക്കൊരു പാർട്ടിക്കിൾ അപ്രോച്ച് എടുത്ത് നോക്കാം. ഓക്കെ, അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമുക്കൊരു പാർട്ടിക്കിളിന്റെ പൊസിഷൻ പറയണമെങ്കിൽ എന്ത് വേണം? ആ പാർട്ടിക്കിളിനെ കുറിച്ച് അറിയണമെങ്കിൽ എന്ത് വേണം? നമുക്ക് അതിനെ എങ്ങനെയെങ്കിലും അതിനൊന്ന് കമ്മ്യൂണിക്കേറ്റ് ചെയ്യണം അല്ലേ. ആ ഒരു പാർട്ടിക്കിളായിട്ട് നമുക്ക് എങ്ങനെയെങ്കിലും കമ്മ്യൂണിക്കേറ്റ് ചെയ്യണം. ഫോർ എക്സാമ്പിൾ, അവിടെ ഒരു ബോൾ നിൽക്കുന്നുണ്ടെന്ന് കരുതുക. അവിടെ ഒരു ബോൾ ഉണ്ട്. അപ്പോൾ ഐ ഹാവ് ടു സീ ദാറ്റ് ബോൾ അല്ലേ. ആ ബോളിൽ എനിക്ക് കണ്ടാലേ അതിന് ഏകദേശം എത്ര ദൂരം ഉണ്ടെന്ന് പറയാൻ പറ്റുള്ളൂ അല്ലേ. അപ്പോൾ എങ്ങനെയാണ് ഞാൻ കാണുക? ലൈറ്റ് ഹാസ് ടു റിഫ്ലക്ട് ഫ്രം ദാറ്റ് ടു മൈ ഐസ് അല്ലേ. അവിടുന്ന് ലൈറ്റ് റിഫ്ലക്ട് ചെയ്താലേ എനിക്ക് അതിനെ കാണുള്ളൂ അല്ലേ. അതുപോലെ തന്നെയല്ല, ഇപ്പോൾ ഒരു സ്റ്റാർ ഉണ്ടെന്ന് കരുതുക, അല്ലെങ്കിൽ ഇവിടെ അടുത്ത് നമുക്ക് മൂൺ ഉണ്ടെന്ന് കരുതുക അല്ലേ. അപ്പോൾ അതിനെ കണ്ടാൽ എനിക്ക് ഏകദേശം ദൂരം പറയാൻ പറ്റും. അതുപോലെ നമുക്ക് ഇവിടെ ദൂരത്ത് എന്തെങ്കിലും ഒരു പാർട്ടിക്കിൾ വെച്ചിട്ടുണ്ടെങ്കിൽ അത് ഏകദേശം ഇത്ര ദൂരെയാന്ന് പറയണമെങ്കിൽ ഐ ഹാവ് ടു കമ്മ്യൂണിക്കേറ്റ് യൂസിങ് സം മീഡിയ അല്ലേ. നമ്മൾ സാധാരണ ലൈറ്റ് ആണ്, അല്ലെങ്കിൽ നമുക്കൊരു സ്കെയിൽ വേണം, ഒരു മെഷർമെന്റ് ഡിവൈസ് വേണം, അത് വെച്ചിട്ട് മെഷർ ചെയ്യണം അല്ലേ. അപ്പോൾ ഞാനിവിടെ അതാ ചെയ്യാൻ പോകുന്നത്. ഇവിടെ ഒരു ഇലക്ട്രോൺ വെച്ചിട്ടുണ്ട് കരുതുക. ഇവിടെ ഒരു ഇലക്ട്രോൺ ഉണ്ട്. ഞാൻ ആ ഇലക്ട്രോണിന്റെ പൊസിഷൻ പറയാൻ പോവാ. ഇലക്ട്രോണിന്റെ പൊസിഷൻ പറയണമെങ്കിൽ എന്ത് ചെയ്യണം? എനിക്കതിനെ കാണണം. അപ്പോൾ എനിക്കതിനെ കാണുന്നത് ഇലക്ട്രോൺ ആണല്ലോ. അതുകൊണ്ട് നമുക്കൊരു ലൈറ്റ് ഉപയോഗിക്കാം. ആ ലൈറ്റിന്റെ വേവ് ലെങ്ത് ലാംഡയാന്ന് എഴുതാം. ലാംഡ വേവ് ലെങ്ത് ഒരു ലൈറ്റ് വെച്ചിട്ട് ഈ പോയിന്റിൽ നിന്ന് ഞാൻ അതിനെ മെഷർ ചെയ്യാൻ വേണ്ടി ഒരു ലൈറ്റ് വേവ് പറഞ്ഞേക്കണം. ഓക്കെ, ഇനി എന്താ ചെയ്യുക? ഈ ലൈറ്റിന്റെ പാർട്ടിക്കിൾ നേച്ചർ നമ്മൾ എടുക്കുന്നത്. ഈ ലൈറ്റ് ശരിക്കും എന്താണ്? പാർട്ടിക്കിളാണ്. ഇറ്റ് കണ്ടെയ്ൻസ് ഫോട്ടോൺസ് വിച്ച് ആർ പാർട്ടിക്കിൾസ്. ഈ ഫോട്ടോൺ പോയിട്ട് അതിനെ തട്ടി തിരിച്ചു വരണം അല്ലേ. ദ ഫോട്ടോൺ ഗോസ് ആൻഡ് ബൗൺസ് ബാക്ക്. ആ ഇലക്ട്രോണിനെ തട്ടി തിരിച്ചു വരണം. അങ്ങനെ തട്ടുമ്പോൾ അതിൻ്റെ പൊസിഷനിൽ ചെറിയൊരു വേരിയേഷൻ ഉണ്ടാവും അല്ലേ. ഒരു ഫോട്ടോൺ പോയിട്ട് ഇലക്ട്രോണിനെ തൊട്ട് വരുമ്പോൾ അല്ലേ, ഇറ്റ് ഈസ് പോക്കിംഗ്. അതിനെ പോക്ക് ചെയ്യാണ്. അതിനെ തൊട്ട് വരുമ്പോൾ എന്താണ്? അതിൻ്റെ പൊസിഷനിൽ ചെറിയൊരു മാറ്റം ഉണ്ടാവും. ആ മാറ്റം ഞാൻ മിനിമം മാറ്റം എത്രയാവും? ലാംഡയാവും. കാരണം ഇതിൻ്റെ വേവ് ലെങ്ത് എത്രയാണ്? ലാംഡയാണ് അല്ലേ. അതിനെ തൊടുമ്പോൾ മിനിമം ഒരു ലാംഡ ചേഞ്ചിങ്ങിലും അതിൻ്റെ പൊസിഷനിൽ ഉണ്ടാവും അല്ലേ. അതുകൊണ്ട് ഡെൽറ്റ എക്സ് ഈക്വൽ ടു ലാംഡ എന്ന് പറയാം അല്ലേ. ഇനി ഇതുപോലെ തന്നെ ഈ ഒരു ഫോട്ടോൺ, ഈ ലൈറ്റിനകത്തുള്ള ഫോട്ടോൺ പോയിട്ട് ഇലക്ട്രോണിനെ തൊട്ട് തിരിച്ചു വരുമ്പോൾ അതിനെ തൊട്ട് ബൗൺസ് ചെയ്ത് വരുമ്പോൾ ആ ഇലക്ട്രോണിന് ചെറിയൊരു ഇളക്കുണ്ടാവുന്നുണ്ട് അല്ലേ. അതിൻ്റെ മൊമെന്റം ചെറുതായിട്ടൊന്ന് മാറുന്നുണ്ട് അല്ലേ. ആ മൊമെന്റം ചേഞ്ച് നമുക്ക് എങ്ങനെ പറയാം? ലാംഡ ഈക്വൽ ടു എച്ച് ബൈ പി അല്ലേ. അപ്പോൾ പി ഈക്വൽ ടു എച്ച് ബൈ ലാംഡ എന്ന് പറയാം അല്ലേ. അപ്പോൾ ലാംഡ വേവ് ലെങ്ത് ഉള്ള ഒരു ലൈറ്റ് കൊണ്ട് ഞാൻ അതിനെ പോക്ക് ചെയ്ത് കഴിഞ്ഞാൽ അത് ചെറുതായിട്ടൊരു മൊമെന്റം ഡിസ്റ്റർബൻസ് ഉണ്ടാവും. അതിലുണ്ടാകുന്ന മിനിമം ചേഞ്ച് എത്രയാണ്? ഡെൽറ്റ പി ഈക്വൽ ടു എത്രയാണ്? എച്ച് ബൈ ലാംഡ. കാരണം ലാംഡ വേവ് ലെങ്ത് ആണ് നമ്മൾ ഉപയോഗിച്ചത്. ഓക്കെ, അപ്പോൾ ഇതിന്റെ മൊമെന്റം ചെറുതായിട്ട് മാറി, അതുപോലെ പൊസിഷൻ ചെറുതായിട്ട് മാറി. ഓക്കെ, ഇനി ഇവിടെ നോക്കുക. ഇനി ഇതിന്റെ പൊസിഷനിൽ പരമാവധി എന്ത് ചെയ്യണം? എനിക്ക് എറർ കുറക്കണം അല്ലേ. മിനിമം ചേഞ്ച് ഇൻ പൊസിഷൻ, അത് എനിക്ക് പരമാവധി എറർ കുറക്കാൻ ഞാൻ എന്ത് ചെയ്യണം? വേവ് ലെങ്ത് വളരെ കുറഞ്ഞ ഒരു ലൈറ്റ് ഉപയോഗിക്കണം. വേവ് ലെങ്ത് വളരെ കുറഞ്ഞാൽ പൊസിഷനിലുള്ള അൺസർട്ടനിറ്റി വളരെ കുറയും, എറർ കുറയും. പക്ഷേ ലാംഡ കുറഞ്ഞു കഴിഞ്ഞാൽ, ഇവിടെ ലാംഡ കുറഞ്ഞു കഴിഞ്ഞാൽ എന്ത് ചെയ്യും? പി കൂടും, മൊമെന്റത്തിലുള്ള അൺസർട്ടനിറ്റി കൂടും. ക്ലിയർ ആയോ? അപ്പം ഇവിടെ പൊസിഷനിലെ പ്രിസിഷൻ കിട്ടാൻ വേണ്ടി എനിക്ക് ലാംഡ കുറച്ചാൽ മതി. ലാംഡ കുറഞ്ഞു കഴിഞ്ഞാൽ മൊമെന്റത്തിലെ അൺസർട്ടനിറ്റി കൂടും അല്ലേ. ഇനി എനിക്ക് മൊമെന്റം പ്രിസൈസ് ആയിട്ട് കിട്ടുന്നില്ല. അപ്പം മൊമെന്റം എന്താണ്? ഇത് ഡെൽറ്റ പി എന്ന് പറഞ്ഞാൽ അൺസർട്ടനിറ്റി ഇൻ ദി മൊമെന്റം ആണ്. അത് കുറയ്ക്കാൻ എനിക്ക് വേണ്ട. അപ്പോൾ ലാംഡ ഞാൻ കൂട്ടണം. ലാംഡ കൂട്ടിയാൽ എന്ത് ചെയ്യും? ഇത് കുറയും, അൺസർട്ടനിറ്റി ഇൻ മൊമെന്റം കുറയും. പക്ഷേ ലാംഡ കൂട്ടി കഴിഞ്ഞാൽ അപ്പോൾ ഇവിടെ എന്താവും? പൊസിഷനിലുള്ള അൺസർട്ടനിറ്റി കൂടും. ഇതാണ് അൺസർട്ടനിറ്റി പ്രിൻസിപ്പിളിന്റെ സെക്കൻഡ് അപ്രോച്ച്. അപ്പോൾ ഇതിനെ അൺസർട്ടനിറ്റി പ്രിൻസിപ്പിൾ 2 എന്ന് പറയും. ഇത് രണ്ടും കൂടെ നമ്മൾ കമ്പൈൻ ചെയ്ത് കഴിഞ്ഞാൽ ഡെൽറ്റ എക്സ് ഇൻറ്റു ഡെൽറ്റ പി ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു എത്രയാണ്? ലാംഡ ഇൻറ്റു എച്ച് ബൈ ലാംഡ. ലാംഡ ഇൻറ്റു എച്ച് ബൈ ലാംഡ. ലാംഡ കട്ട് ചെയ്ത് പോകും. ബാക്കി ഡെൽറ്റ എക്സ് ഇൻറ്റു ഡെൽറ്റ പി ഈക്വൽ ടു എച്ച് എന്ന് വരും അല്ലേ. ഇതാണ് അൺസർട്ടനിറ്റി പ്രിൻസിപ്പിൾ 2. അതിന്റെ ഒരു വേവ് അപ്രോച്ച്, പാർട്ടിക്കിൾ അപ്രോച്ച് വെച്ചിട്ട് നമുക്ക് അതേ പ്രിൻസിപ്പിൾ കിട്ടുന്നുണ്ട് അല്ലേ. അപ്പോൾ ഇത് ഇവിടെ ഇക്വേഷന് ചെറിയൊരു ചേഞ്ച് ഉണ്ട്. അത് ഓരോ സിസ്റ്റത്തിനനുസരിച്ച് ചെറിയ ചെറിയ ചേഞ്ചസ് ഉണ്ടാവും. ഇപ്പോൾ ഹാർമോണിക് ഓസിലേറ്റർ ആണെച്ചാൽ ഡെൽറ്റ എക്സ് ഇൻറ്റു ഡെൽറ്റ പി ഗ്രേറ്റർ ദാൻ ഈക്വൽ ടു എച്ച് ക്രോസ് എന്ന് വരിക. നേരത്തെ നമ്മൾ എച്ച് ക്രോസ് ബൈ 2 എന്ന് പറഞ്ഞു, ഇപ്പം എച്ച് എന്ന് പറഞ്ഞു. ഇറ്റ് ഡിപ്പെൻസ് ഓൺ ദി സിസ്റ്റം വിച്ച് വി ആർ അപ്ലൈ. ഓക്കെ, അത് ഡീറ്റെയിൽ ആയിട്ട് നിങ്ങൾ പിന്നെ പഠിക്കും. ഓക്കെ, അപ്പോൾ ഇങ്ങനെയാണ്. ഇനി ഇതുപോലെ നമുക്ക് അൺസർട്ടനിറ്റി പ്രിൻസിപ്പിളിന് വേറൊരു വേരിയേഷൻ ഉണ്ട്. അതാണ് എനർജി ടൈം അൺസർട്ടനിറ്റി.
അല്ലേ? എനർജി ടൈം അൺസർട്ടനിറ്റി അല്ലേ? എന്താണ് എനർജി ടൈം അൺസർട്ടനിറ്റി? ഇഫ് യു ആർ മെഷറിംഗ് ദി എനർജി ഓഫ് എ സിസ്റ്റം അറ്റ് ആൻ ഇന്റർവെൽ ചേഞ്ച് ഡെൽറ്റ ടി എന്ന് പറഞ്ഞാൽ ഒരു സിസ്റ്റത്തിന്റെ എനർജി ഞാൻ മെഷർ ചെയ്യാണ് വിത്ത് ആൻ ഇന്റർവെൽ ഗ്യാപ്പ് ഡെൽറ്റ ടി എന്ന് പറഞ്ഞാൽ ഒരു സിസ്റ്റം ഉണ്ട്, അതിന്റെ എനർജി ഞാൻ ഇപ്പോൾ ഒന്ന് കാൽക്കുലേറ്റ് ചെയ്തു, കുറച്ച് നേരം കഴിഞ്ഞിട്ട് ഞാൻ ഒന്നുകൂടെ കാൽക്കുലേറ്റ് ചെയ്തു. വിത്ത് എ സ്മാൾ അല്ലെങ്കിൽ ഒരു മൈന്യൂട്ട് ഗ്യാപ്പിൽ ഞാൻ അതിന്റെ എനർജി 2 പ്രാവശ്യമായിട്ട് കാൽക്കുലേറ്റ് ചെയ്തു. ഓക്കെ, അപ്പം അതിലുണ്ടാകുന്ന ചേഞ്ച് ഇൻ എനർജി ടൈം T1 ഞാൻ മെഷർ ചെയ്തപ്പോഴും ടൈം T2 ഞാൻ മെഷർ ചെയ്തപ്പോഴുള്ള എനർജി തമ്മിലുള്ള ഡിഫറൻസ് എത്രയാണ്? ഡെൽറ്റ ഐ ആണ്. ആ ടൈം ഡിഫറൻസ് എത്രയാണ്? ഡെൽറ്റ ടി ആണ്. It will always be greater than or equal to h cross by 2. That means if I measure the energy of a system in 2 intervals of time, then the minimum uncertainty will be h cross by 2. അല്ലേ? ഡെൽറ്റ ഐ ടു ഡെൽറ്റ ടി ഗ്രേറ്റർ ദാൻ ഈക്വൽ ടു h cross by 2 എന്ന് പറയും. ഇതിനാണ് നമ്മൾ എനർജി ടൈം അൺസർട്ടനിറ്റി എന്ന് പറയുന്നത്. ഓക്കെ, ഇനി ഈ അൺസർട്ടനിറ്റി പ്രിൻസിപ്പിൾ നമുക്ക് ഇപ്പോൾ ഒരു നെഗറ്റീവ് സ്റ്റേറ്റ്മെന്റ് ആയിട്ട് ഞാൻ പറഞ്ഞു അല്ലേ? അപ്പോൾ എങ്ങനെ നമുക്ക് അൺസർട്ടനിറ്റി പ്രിൻസിപ്പിൾ എങ്ങനെ സ്റ്റേറ്റ്മെന്റ് പറയാൻ പറ്റും? ഇറ്റ് ഈസ് ഇമ്പോസിബിൾ ടു ഡിറ്റർമൈൻ ബോത്ത് ദി പൊസിഷൻ ആൻഡ് മൊമെന്റം ഓഫ് എ പാർട്ടിക്കിൾ സൈമൾട്ടേനിയസ്ലി. സൈമൾട്ടേനിയസ്ലി അവിടെ ഇമ്പോർട്ടൻ്റ് ആണ്. ഒരേ സമയത്ത് നമ്മളൊരു പാർട്ടിക്കിളിന്റെ മൊമെന്റവും പൊസിഷനും ഡിറ്റർമൈൻ ചെയ്യാൻ നോക്കിയാൽ അത് കൃത്യമായിട്ട് കിട്ടൂല, അതിലൊരു അൺസർട്ടനിറ്റി ഉണ്ടാവും, ഒരു എറർ ഉണ്ടാവും. ഓക്കെ, അതുപോലെ ഇറ്റ് ഈസ് ഇമ്പോസിബിൾ ടു ഡിറ്റർമൈൻ ബോത്ത് ദി എനർജി ആൻഡ് ടൈം ഓഫ് എ സിസ്റ്റം സൈമൾട്ടേനിയസ്ലി അല്ലേ? ഇത് അതിനകത്തൊരു ഇമ്പോസിബിൾ എന്ന് പറയുന്ന സാധനമുണ്ട്. ഇറ്റ് ഈസ് ഇമ്പോസിബിൾ ടു ഡിറ്റർമൈൻ ദി പൊസിഷൻ ആൻഡ് മൊമെന്റം എന്ന് പറയുമ്പോൾ അവിടെ ഒരു നെഗറ്റീവ് സ്റ്റേറ്റ്മെന്റ് ആയിട്ട് നമുക്ക് തോന്നാറുണ്ട് അല്ലേ? ഇമ്പോസിബിൾ ആണ്, അത് പോസിബിൾ അല്ല, അതൊരു നെഗറ്റീവ് സ്റ്റേറ്റ്മെന്റ് ആയിട്ട് നമ്മൾ എടുക്കാറുണ്ട്. പക്ഷേ ഇറ്റ് ഈസ് ആക്ച്വലി നോട്ട് ദാറ്റ് നെഗറ്റീവ്, അത്ര പ്രശ്നക്കാരനല്ല. ഈ ഒരു അൺസർട്ടനിറ്റി വെച്ചിട്ട് നമ്മൾ ഒരുപാട് പ്രോബ്ലംസ് സോൾവ് ചെയ്യാറുണ്ട്. ഓക്കെ, അപ്പോൾ അതിനകത്ത് പലതുണ്ട്. ഒന്ന്, നോൺ എക്സിസ്റ്റൻസ് ഓഫ് ഇലക്ട്രോൺ ഇൻസൈഡ് ദി ന്യൂക്ലിയസ്. ന്യൂക്ലിയസിനകത്ത് ഇലക്ട്രോൺ എക്സിസ്റ്റ് ചെയ്യില്ല എന്ന് പ്രൂവ് ചെയ്യാൻ വേണ്ടിയിട്ട്. അതുപോലെ ഡിറ്റർമൈൻ ദി ഗ്രൗണ്ട് സ്റ്റേറ്റ് എനർജി ഓഫ് ഹൈഡ്രജൻ ആറ്റം ടു ഡിറ്റർമൈൻ ദി ഗ്രൗണ്ട് സ്റ്റേറ്റ് എനർജി ഓഫ് എ ഹാർമോണിക് ഓസിലേറ്റർ. അങ്ങനെ ഒരുപാട് പ്രോബ്ലംസ് ഇതിൽ നമ്മളിത് അപ്ലൈ ചെയ്യാറുണ്ട്. അപ്പോൾ അതിനകത്ത് ആദ്യത്തെ കേസ് നമുക്ക് നോക്കാം. യൂസിങ് അൺസർട്ടനിറ്റി പ്രിൻസിപ്പിൾ പ്രൂവ് ദാറ്റ് ആൻ ഇലക്ട്രോൺ കനോട്ട് സ്റ്റേ ഇൻസൈഡ് എ ന്യൂക്ലിയസ്. അൺസർട്ടനിറ്റി പ്രിൻസിപ്പിൾ വെച്ചിട്ട് എന്ത് പ്രൂവ് ചെയ്യണം? ആൻ ഇലക്ട്രോൺ കനോട്ട് സ്റ്റേ ഇൻസൈഡ് ദി ന്യൂക്ലിയസ് എന്ന് പ്രൂവ് ചെയ്യണം. ഓക്കെ, അപ്പോൾ ഒരു ന്യൂക്ലിയസ് നോക്കാം, അതിൻ്റെ റേഡിയസ് 6 ആണ്. ഓക്കെ, നമുക്ക് എന്താ പ്രൂവ് ചെയ്യണ്ടേ? ന്യൂക്ലിയസിനകത്ത് ഇലക്ട്രോൺ ഇല്ല, എക്സിസ്റ്റ് ചെയ്യില്ല എന്നാണ് പ്രൂവ് ചെയ്യണ്ടേ. അപ്പോൾ നമ്മൾ വിചാരിക്കുകയാണ് അതിനകത്ത് ഇലക്ട്രോൺ ഉണ്ട് എന്നാണ് വിചാരിക്കുക. ഓക്കെ, ദർ ഈസ് ഇലക്ട്രോൺ ഇൻസൈഡ് ദി ന്യൂക്ലിയസ് എന്ന് നമ്മൾ വിചാരിക്കുകയാണ്. ഓക്കെ, ഇനി നമ്മൾ ആ ഇലക്ട്രോണിന്റെ പൊസിഷൻ ഒന്ന് മെഷർ ചെയ്യണം. ഓക്കെ, ഈ ന്യൂക്ലിയസിനകത്തുള്ള ഇലക്ട്രോണിന്റെ പൊസിഷൻ ഒന്ന് മെഷർ ചെയ്യണം. അപ്പോൾ നമുക്ക് എറർ പറ്റണം, അതാണ് അൺസർട്ടനിറ്റി പ്രിൻസിപ്പിൾ. അപ്പോൾ നമുക്ക് പറ്റാവുന്ന പരമാവധി എറർ എത്രയാണ്? ഇതിന്റെ ഡയമീറ്റർ ആണ് അല്ലേ? ഈ ഒരു ഇലക്ട്രോൺ ഇതിനകത്ത് ഉണ്ട് എന്ന് ഇമാജിൻ ചെയ്യാം. ആ ഇലക്ട്രോണിന്റെ പൊസിഷൻ നമ്മൾ മെഷർ ചെയ്യുമ്പോൾ നമുക്ക് പറ്റാവുന്ന പരമാവധി മിസ്റ്റേക്ക് എത്രയാണ്? അതിന്റെ ഡയമീറ്റർ ആണ് അല്ലേ? അപ്പൊ എനിക്ക് ഡെൽറ്റ എക്സ് മാക്സ് ഈക്വൽ ടു 2r എന്ന് എഴുതാം, where r is the diameter radius of the nucleus അല്ലേ? അപ്പോൾ ഡെൽറ്റ എക്സ് മാക്സ് എന്താ അൺസർട്ടനിറ്റി പ്രിൻസിപ്പിൾ പറയുന്നത്? ഡെൽറ്റ എക്സ് ഇൻറ്റു ഡെൽറ്റ പി ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു എച്ച് ക്രോസ് എന്ന് പറയും അല്ലേ? അപ്പോൾ ഞാൻ എച്ച് ക്രോസ് ഉപയോഗിക്കാം, എച്ച് ക്രോസ് ബൈ 2 എച്ച് ക്രോസ് ഉപയോഗിക്കുന്നത്. ഓക്കെ, അങ്ങനെയാണെങ്കിൽ ഇവിടെ ഡെൽറ്റ എക്സ് മാക്സ് ആണ്. ഡെൽറ്റ എക്സ് മാക്സ് അല്ലേ ഇൻറ്റു ഡെൽറ്റ എക്സ് പൊസിഷൻ മാക്സിമം ആണെച്ചാൽ മൊമെന്റം എന്താവും? മിനിമം ആവും. കാരണം ഇവർ തമ്മിൽ ഇൻവേഴ്സ് റിലേഷനാണ് അല്ലേ? ഡെൽറ്റ എക്സ് ഈക്വൽ ടു എച്ച് ക്രോസ് ബൈ പി എന്ന് വരും അല്ലേ? അപ്പോൾ ഇൻവേഴ്സ് റിലേഷൻ ആണ്. അപ്പോൾ ഡെൽറ്റ എക്സ് അൺസർട്ടനിറ്റി ഇൻ ദി പൊസിഷൻ മാക്സിമം ആണെച്ചാൽ അൺസർട്ടനിറ്റി ഇൻ മൊമെന്റം എന്താവും? മിനിമം ആവും. അപ്പോൾ ഇതെന്താവും? ഡെൽറ്റ പി മിനിമം ഗ്രേറ്റർ ദാൻ ഈക്വൽ ടു എച്ച് ക്രോസ്. ഇനി പ്രോബ്ലം സോൾവ് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ ഇതിനെ എക്സ് മാക്സ് എന്ന് പറയുന്നു, അതുപോലെ ഇതിനെ പി മിനിമം എന്ന് പറയുന്നു. അത് ഞാൻ ഇക്വേറ്റ് ചെയ്യാണ്, ഗ്രേറ്റർ ദാൻ ഈക്വൽ ടു ഇക്വേറ്റ് ചെയ്യാണ് എച്ച് ക്രോസ് എന്ന്. ഓക്കെ, നിങ്ങൾക്ക് വേണമെങ്കിൽ ഇത് എച്ച് ക്രോസ് ബൈ 2 എന്ന് വെച്ചിട്ടും പ്രൊസീഡ് ചെയ്യാം, കുഴപ്പമൊന്നുമില്ല. നിങ്ങൾക്ക് ഫൈനൽ ആൻസറിൽ ചെറിയൊരു വേരിയേഷൻ ഉണ്ടാവുള്ളൂ, കുഴപ്പമില്ല, ഇറ്റ് ഈസ് ഓക്കെ. എങ്ങനെ എടുത്തു? ഓക്കെ, ഇനി ഞാൻ എക്സ് മാക്സ് ഈക്വൽ ടു എക്സ് മാക്സ് ഇൻറ്റു പി മിൻ ഈക്വൽ ടു എച്ച് ക്രോസ് നടത്തും അല്ലേ? ഇനി ഞാൻ ഇത് വെച്ചിട്ട് പി മിൻ കാണാണ്. അപ്പോൾ പി മിനിമം ഈക്വൽ ടു എന്ത് ചെയ്താൽ എച്ച് ക്രോസ് ബൈ
എക്സ് മാക്സ് എന്ന് എഴുതും അല്ലേ? അല്ലെങ്കിൽ പി മിനിമം ഈക്വൽ ടു എച്ച് ക്രോസ് എത്രയാണ്? 1.05 ഇൻറ്റു 10⁻⁻34 ഡിവൈഡഡ് ബൈ എക്സ് മാക്സ് എത്രയാണ്? 2R അല്ലേ? 2 ഇൻറ്റു ഇനി ഒരു ടിപ്പിക്കൽ ന്യൂക്ലിയസിന്റെ റേഡിയസ് എന്ന് പറഞ്ഞാൽ 10 ഫെംറ്റോമീറ്റർ ആണ്. 10 ഫെംറ്റോമീറ്റർ എന്ന് പറഞ്ഞാൽ 10 ഇൻറ്റു 10⁻⁻15 ആണ് ഫെംറ്റോ. അപ്പോൾ 10 ഇൻറ്റു 10⁻⁻15 എന്ന് പറഞ്ഞാൽ എന്താവും? 10⁻⁻14 എന്നാവും. ഇതാണ് ഇതിന്റെ മൊമെന്റം അല്ലേ? ഇതിന്റെ വാല്യൂ ജസ്റ്റ് ഒന്ന് കാൽക്കുലേറ്റ് ചെയ്ത് നോക്കുക. ഓക്കെ, ഇതാണ് മിനിമം മൊമെന്റം. മിനിമം മൊമെന്റം അങ്ങനെ അടിച്ചാൽ ഇതിന്റെ മിനിമം എനർജി എന്താവും? ടു ബി പ്രിസൈസ് കൈനറ്റിക് എനർജി എന്താവും? കൈനറ്റിക് എനർജി ഈക്വൽ ടു p²/2m അല്ലേ? ഇതെന്താണ്? മിനിമം ആണ്, കാരണം മൊമെന്റം മിനിമം ആണ്. അപ്പൊ കൈനറ്റിക് എനർജി മിനിമം ഈക്വൽ ടു p minimum²/2m എന്ന് പറയാം. p²/2m അല്ലേ? അപ്പൊ ഞാൻ ഇത് ഇക്വേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ കിട്ടിയ വാല്യൂ ഈ p min² ഇവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. p min² ഡിവൈഡ് ബൈ 2 ഇൻറ്റു മാസ് ഓഫ് ഇലക്ട്രോൺ എത്രയാണ്? 9.1 ഇൻറ്റു 10⁻⁻31 കൊടുക്കുക. നിങ്ങൾ ഇക്വേറ്റ് ചെയ്യണം. കാൽക്കുലേറ്റർ വെച്ച് കാൽക്കുലേറ്റ് ചെയ്ത് അത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യും. ഇത് നമ്മൾ ചെയ്ത് കഴിഞ്ഞാൽ അതുപോലെ ഇതിനെ നമുക്ക് എന്ത് ചെയ്യണം? ഇലക്ട്രോൺ വോൾട്ടിലേക്ക് കൺവേർട്ട് ചെയ്യണം. ഈ ഇക്വേഷൻ സോൾവ് ചെയ്യുക, എന്നിട്ട് അതിനെ ഇലക്ട്രോൺ വോൾട്ടിലേക്ക് കൺവേർട്ട് ചെയ്യുക. അപ്പൊ എന്താ ചെയ്യുക? 1.6 10⁻⁻19 കൊണ്ട് ഡിവൈഡ് ചെയ്യുക. അങ്ങനെ ചെയ്താൽ നമുക്ക് കിട്ടുന്ന ആൻസർ 80 MeV ആണ്. ഓക്കെ, ഈ കാൽക്കുലേഷൻ എനിക്ക് കാണിച്ച് സബ്മിറ്റ് ചെയ്യണമെന്ന്. ഓക്കെ, അപ്പം ഇത് പി മിൻ കാൽക്കുലേറ്റ് ചെയ്യാം, അതുപോലെ കൈനറ്റിക് എനർജി മിനിമം കാൽക്കുലേറ്റ് ചെയ്യാം. ഇത് കാൽക്കുലേറ്റ് ചെയ്തതിനെ ഇലക്ട്രോൺ വോൾട്ടിലേക്ക് കൺവേർട്ട് ചെയ്യണം. അതിനെന്ത് ചെയ്യണം? ഈ കിട്ടിയ വാല്യൂവിനെ നമ്മൾ 1.6 ഇൻറ്റു 10⁻⁻19 കൊണ്ട് ഡിവൈഡ് ചെയ്യണം. അപ്പോൾ നമുക്ക് 80 MeV കിട്ടും. എന്ന് പറഞ്ഞാൽ ദ മിനിമം എനർജി ഓഫ് ആൻ ഇലക്ട്രോൺ ഇൻസൈഡ് എ ന്യൂക്ലിയസ് ഈസ് 80 MeV. 80 MeV ആണ് ഒരു ഇലക്ട്രോണിന്റെ ന്യൂക്ലിയസിനകത്തുള്ള എനർജി. പക്ഷേ ഒരു ബീറ്റ ഡീകെ എന്ന് പറഞ്ഞ പ്രോസസ്സ് ഉണ്ട്. അതിലെന്താ സംഭവിക്കണമെന്ന് ചോദിച്ചാൽ റേഡിയോ ആക്റ്റീവ് ഡീകെ ആണ്. അതിൽ ഇലക്ട്രോൺ ന്യൂക്ലിയസിനകത്തേക്ക് അകത്തുനിന്ന് പുറത്തേക്ക് വരുന്ന ഒരു പ്രോസസ്സാണത്. ഓക്കെ, ആ ബീറ്റ ഡീകെയിൽ പുറത്തേക്ക് വരുന്ന ഇലക്ട്രോണുകളുടെ പരമാവധി എനർജി എത്രയാണ്? 5 MeV ആണ്. ബീറ്റ ഡീകെ എന്ന് പറഞ്ഞാൽ ഒരു അൺസ്റ്റേബിൾ ആയിട്ടുള്ള ന്യൂക്ലിയസ് എന്ത് ചെയ്യാണ്? സ്റ്റേബിൾ ആവാൻ വേണ്ടിയിട്ട് റേഡിയേഷൻ എമിറ്റ് ചെയ്യണം. അപ്പോൾ ഇലക്ട്രോൺ ഒഴിവാക്കുന്ന പ്രോസസ്സാണ് ബീറ്റ ഡീകെ. അപ്പം ഈ ബീറ്റ ഡീകെയിൽ ആ ഇലക്ട്രോണ് 5 MeV ഉണ്ടായാൽ പോലും എന്ത് ചെയ്യും? അത് അതിൻ്റെ ഉള്ളിൽ നിന്ന് പുറത്തേക്ക് പോകും. ന്യൂക്ലിയസിനകത്തുള്ള ഒരു ഇലക്ട്രോണിന് മിനിമം 5 MeV ഉണ്ടെങ്കിൽ എന്ത് ചെയ്യും? അത് പാഞ്ഞ് തടിയെടുക്കും അല്ലേ? അങ്ങനെ പറയാം. ഇലക്ട്രോൺ അതിൻ്റെ ഉള്ളിൽ നിന്ന് പോകും. പക്ഷെ ഇവിടെ എത്ര ഉണ്ട്? 80 MeV ഉണ്ട്. 5 MeV ഉള്ളപ്പോൾ തന്നെ എന്ത് ചെയ്യുന്നുണ്ട്? പുറത്തേക്ക് പോകുന്നുണ്ട്. അങ്ങനെയാണെന്ന് വെച്ചാൽ 80 MeV ഉള്ള ഒരാൾ ഒരിക്കലും എന്ത് ചെയ്യില്ല? ന്യൂക്ലിയസിനകത്ത് നിൽക്കില്ല അല്ലേ? സോ ദ പ്രൂഫ് അല്ലേ? അപ്പൊ എങ്ങനെയാ പ്രൂഫ് പറയുന്നത്? ഇൻ ബീറ്റ ഡീകെ ദ മാക്സിമം എനർജി ഓഫ് ദി എമിറ്റഡ് ഇലക്ട്രോൺ ഈസ് 5 MeV. സോ an electron with an energy 80 MeV cannot stay inside the nucleus. അങ്ങനെയാണ് നമ്മളത് പ്രൂവ് ചെയ്യുക. ഇനി ഞാൻ 2 പ്രോബ്ലം തരാം, നിങ്ങൾ സോൾവ് ചെയ്ത് സബ്മിറ്റ് ചെയ്യുക. വൈകുന്നേരം 10 മണിക്ക് മുമ്പേ സബ്മിറ്റ് ചെയ്താൽ മതി. Estimate the uncertainty in position of ഒന്നാമത്തെ ക്വസ്റ്റ്യൻ എ ന്യൂട്രോൺ മൂവിങ് അറ്റ് 5 ഇൻറ്റു 10⁻⁶ മീറ്റർ പെർ സെക്കൻഡ്. രണ്ടാമത്തേത് എ 50 കിലോഗ്രാം പേഴ്സൺ മൂവിങ് അറ്റ് 2 മീറ്റർ പെർ സെക്കൻഡ്.